ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റമദാൻ സ്പെഷ്യൽ മസാല കുഞ്ഞിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ അടിപൊളി ടേസ്റ്റുള്ള മസാല കുഞ്ഞിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ മസാല കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില നല്ല നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ ടൈമിലും സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമ്മൾ 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ്റെ ബ്രസ്റ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് ഷ്രെഡ് ചെയ്യരുത്, ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മസാല കുഞ്ഞിപ്പത്തിരിയിലേക്കുള്ള മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മസാല മാറ്റി വെക്കാം. മസാല നമ്മൾ ഈ പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വീണ്ടും പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മാത്രം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും അരിപ്പൊടിയല്ല, പകുതി അരിപ്പൊടിയും പകുതി മൈദയുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അളവിലുള്ള വെള്ളത്തിലേക്ക് 1 കപ്പ് മുഴുവനായിട്ടുമുള്ള അരിപ്പൊടിയും മൈദയും കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇതാ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ഡോ ആയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തരുത്, ഒരല്പം തിക്കായിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ഒരല്പം കട്ടിയോടുകൂടി തന്നെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് വക്ക് ഷാർപ്പായിട്ടുള്ള ഇതുപോലൊരു പാത്രം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒന്നിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മസാലയാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. മസാല വെച്ച് കൊടുത്തതിന് ശേഷം മറ്റൊരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് 4 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ വിട്ടു വരില്ല. ഒരെണ്ണം നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ മസാല കുഞ്ഞിപ്പത്തിരിയും ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോ പത്തിരിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ കുഞ്ഞിപ്പത്തിരി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ മസാല കുഞ്ഞിപ്പത്തിരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.